Boche Gold and Diamonds. Buy now, pay later. തൃത്താലയിൽ തെരുവുനായ ശല്യം രൂക്ഷമായതോടെ ജനങ്ങൾ കടുത്ത ഭീതിയിൽ. തൃത്താല ടൗൺ, ഗവൺമെന്റ് ആശുപത്രി പരിസരം, ഞാങ്ങാട്ടിരി, മാട്ടായ, ITI, വെള്ളിയാങ്കല്ല്, മേഴത്തൂർ, VK കടവ് ഹൈസ്കൂൾ പരിസരം, പോലീസ് സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിലാണ് തെരുവുനായ ശല്യം അതീവ രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ 50ലേറെ പേർക്കാണ് പ്രദേശത്ത് നായയുടെ കടിയേറ്റത്. ഏറ്റവും ഒടുവിൽ തൃത്താല ഗവൺമെന്റ് ആശുപത്രി പരിസരത്ത് 4 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേരെ തെരുവുനായ ആക്രമിച്ചു. മുൻപ് മാട്ടായിൽ 7 പേർക്കും ഞാങ്ങാട്ടിരി VIP സ്ട്രീറ്റിൽ 4 പേർക്കും വെള്ളിയങ്കല് ഭാഗത്ത് 3 പേർക്കും കടിയേറ്റിരുന്നു. ഞാങ്ങാട്ടിരിയിൽ ആളുകളെ കടിച്ച നായയ്ക്ക് വിഷബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയെങ്കിലും ആക്രമണങ്ങൾക്ക് കുറവില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഒന്നില്ലെങ്കിൽ ഇവയെ കൊന്നു തള്ളുക എന്നുള്ള അവസ്ഥയിൽ കാര്യങ്ങൾ നീക്കുക, അല്ലെങ്കിൽ ഇവയെ പുനരധിഷ്ഠിച്ചുകൊണ്ടോ വന്ധീകരണം നടത്തിക്കൊണ്ടോ ഭാവി തലമുറയ്ക്ക് നൽകുന്ന മിനിമം സുരക്ഷയെങ്കിലും ഉറപ്പാക്കാൻ അധികൃതർ തയ്യാറാവണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വളരെ മൃഗീയമായി തന്നെയാണ് ഇത്തരം തെരുവ് നായകൾ ബാക്കിയുള്ളവരെ വേട്ടയാടപ്പെടുന്നത്. നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന ഒരു സ്ഥിരം പരിപാടിയുണ്ട്. ബിസ്ക്കറ്റും അതുപോലെ ഭക്ഷണ സാമഗ്രികളും മറ്റൊന്നുമെല്ലാം തന്നെ അവയ്ക്ക് കൊടുക്കുന്ന, എന്നിട്ട് കൊടുക്കാത്ത സമയത്ത് നമ്മളൊരു കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ആളുടെ മേലേക്ക് ഇത്തരം പട്ടികൾ എടുത്തു ചാടുന്നൊരവസ്ഥയുണ്ട്. രാവിലെയും രാത്രിയിലും കൂട്ടമായി സഞ്ചരിക്കുന്ന നായകൾ പത്രവിതരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും പ്രഭാത സവാരിക്കാർക്കും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. കൂടാതെ ഇരുചക്ര വാഹനങ്ങൾക്ക് പിന്നാലെ ഓടുന്ന നായകൾ അപകടങ്ങൾക്കും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഭക്ഷ്യമാലിന്യങ്ങളും മാംസാവശിഷ്ടങ്ങളും പൊതുസ്ഥലങ്ങളിൽ അലക്ഷ്യമായി തള്ളുന്നതാണ് തെരുവുനായകൾ പെരുകാൻ കാരണം. തെരുവുനായ നിയന്ത്രണത്തിനായി ശാസ്ത്രീയ നടപടികൾ വേഗത്തിലാക്കണമെന്നും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.